കുറച്ച് ഉപദേശങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു ഉപദേശത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു സൂഫി തന്റെ മകൾക്ക് നൽകിയ ഉപദേശത്തിന്റെ കഥയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ദാരിദ്ര്യത്തിൽ ഫസാരിയയുടെ പുത്രി അസ്മാ റളിയല്ലാഹു അൻഹ തന്റെ മകളെ വിവാഹിതയാകാൻ തുനിഞ്ഞപ്പോൾ മകളോട് ഉപദേശിച്ച കാര്യമാണ്: മകളെ, നീ പരിചയപ്പെട്ടിട്ടുള്ള വീട്ടിൽ നിന്ന് നീ പുറപ്പെടുകയാണ്. നീ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരു വീട്ടിലേക്ക് ചെല്ലുകയുമാണ്. നിനക്ക് പരിചയമില്ലാത്ത ഒരു വിരിപ്പിലേക്ക്, നിനക്കറിയാത്ത ഒരു കൂട്ടുകാരനിലേക്കും ചെന്നടുക്കുകയാണ് നീ. അതിനാൽ നീ നിന്റെ ഭർത്താവിനുള്ള ഭൂമിയാകണം, എന്നാൽ അവൻ നിനക്കുള്ള ആകാശമാകും. നീ അവനുള്ള വിരിപ്പാകണം, എന്നാൽ അവൻ നിനക്കുള്ള ഒരു താങ്ങ് ആകും. നീ അവനുള്ള ദാസിയാകണം, എന്നാൽ അവൻ നിനക്കുള്ള ദാസനാകും. നീ അവനോട് ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്, അപ്പോൾ അവൻ നിന്നോട് വെറുക്കും. വിരിപ്പിൽ നീ അവനോട് അനുസരണക്കേട് കാണിക്കരുത്, അപ്പോൾ അവൻ നിന്നെ വിസ്മരിക്കും. അവൻ നിന്നോട് അടുപ്പം പുലർത്തുമ്പോൾ നീ അവനോട് കൂടുതൽ അടുപ്പം പുലർത്തണം. നീ സുഗന്ധം നൽകി അവന്റെ മൂക്കും കണ്ണും ചെവിയും സൂക്ഷിക്കണം. അഥവാ നല്ലതല്ലാതെ അവൻ നിന്നിൽ നിന്ന് വാസനിക്കരുത്. നല്ല സംസാരമല്ലാതെ കേൾക്കാൻ ഇടവരുത്തരുത്. നല്ല വേഷത്തിലും രൂപത്തിലും അല്ലാതെ കാണാനും ഇടവരുത്തരുത്. എല്ലാവരുടെയും ദാമ്പത്യ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ പെൺമക്കളെ വിവാഹം ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഉപദേശങ്ങൾ നമ്മളും കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദാമ്പത്യ ജീവിതം അല്ലാഹു നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.